ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറാ. ഞാൻ ഇന്നേ ഒരു കൊച്ചു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലം. യാദൃശ്യം വന്നപ്പം കണ്ടതാണേ. എന്നാൽ വിചാരിച്ചാൽ അതൊരു വീഡിയോ പിടിക്കാൻ വന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. ഈ കൂട്ടുകാരെ, അങ്ങനെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കൊള്ളാം കേട്ടോ. ഒരു ഏക്കറിനകത്ത് ഇത് 7000 മൂട് നടാം. ഒരു ഏക്കർ. ഇത് 90 ഏക്കറാണ്. ഈ 90 ഏക്കറിനകത്ത് നിങ്ങൾ കൂട്ടിക്കും. അതിനകത്ത് ഒരുപാട് ഇവിടെ പാറക്കെട്ടാണ്. അത് കണ്ടോ, ഫുള്ളു പാറക്കെട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഈ പാറക്കെട്ടുള്ളതൊക്കെ ഒഴിവാകും. ഒരു കുറഞ്ഞ ഇതിപ്പം ഒരു 5 ലക്ഷം അങ്ങോട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി പറയുവാനുണ്ട്. ഒരു 5-5.5 ലക്ഷം മൂട് നട്ടതാണ്. 5.5 ലക്ഷം കണ്ടോ, കോടികൾ മുടക്കിയിട്ടേക്കുന്ന ഒരു ഏറിയ. ഇവിടെ ഇപ്പം തന്നെ നോക്കിയോ, ഈ 5.5 ലക്ഷം കൈതുള്ളിടത്ത് ഏറ്റവും കുറഞ്ഞ ഒരു 5 ലക്ഷം ചക്ക ആദ്യ വിളവെടുക്കും. 5.5 ലക്ഷം ഉള്ളിടത്ത്. പിന്നെ അത് ഇത് അടത്തി കഴിയുമ്പോഴത്തേനും അടുത്ത വിത്തുകൾ പുറത്താൻ തുടങ്ങും. അത് പിന്നെ അവർ ഒത്തിരി ഒന്നും നിർത്തത്തില്ല. ഒന്നരണ്ട് അതിൽ കൊണ്ടൊന്നും നിർത്തത്തില്ലെന്ന് അവർ പറഞ്ഞത്. കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ എന്ത് നിസ്സാരമൊക്കെയാണ്. ഒരു മൂടിന് ഒക്കെ സെറ്റായി വരുമ്പോഴത്തേനും 10-50 രൂപ പുറത്താകും. ഇനി ഇറ്റാറ്റികൾ കിടന്ന് പണിയുന്നുണ്ട് ഒരുപാട്. ഒരു ഇറ്റാറ്റി വരുന്നില്ല, അവിടെ എൻ്റെ മേളിൽ ഒരു അടുത്തൊരു ഇറ്റാറ്റി. ഈ ഇറ്റാറ്റിയുടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇതാണ് കൂട്ടുകാർ. എന്താണെന്ന് കണ്ടോ, ഒരു കൈതത്തോട്ടം കണ്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് കാണിക്കുന്നുണ്ട്. കൈതത്തോട്ടത്തിൽ നടുക്ക് ഞാൻ കണ്ടോ, തീർത്തും ഇത് ഏക്കർ കണക്കിനുണ്ട്. എത്ര ഏക്കറിനകത്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ ജോലിക്കാർക്ക് താമസിക്കുന്ന ഇടമാണ്. ഇത് കണ്ടപ്പോൾ മൊത്തം കച്ചിയിട്ടേക്കോ കേട്ടോ. കച്ചിയിട്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈതച്ചക്കയുടെ മണ്ടയിലാണ് കച്ചിയിട്ടേക്കുന്നത്. ഇങ്ങനെ തീർത്ത് കാണും. ഈ കണ്ടേക്കുന്ന മൊത്തം ഇത് കച്ചി കിടക്കുന്നുണ്ട്. കാരണം എല്ലാ മൂടലും ഒന്നല്ല ഒന്ന് കിട്ടല്ല, 99% മൂടലും കായാണ്. നമ്മുടെ കൈതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതാമല ഇങ്ങനെ അങ്ങോട്ടുണ്ട്. ആ റബ്ബർ വയ്ക്കുന്നത് കണ്ടോ, അതിപ്പോൾ ഇങ്ങോട്ട് തീർത്ത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഈ ഒരു മല ഇങ്ങനെ തീർത്തിൻ്റെ അങ്ങേ സൈഡൊക്കെ തീർത്തുണ്ട് കേട്ടോ. കിലോമീറ്ററോളം ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പം എല്ലാവരും ഒന്ന് വീഡിയോ പിടിച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി വന്ന വഴിയാണ്. ഞാൻ യാദൃശ്യമാണ് വന്നത് കേട്ടോ. ഞാൻ ഇത് വീഡിയോ എടുക്കാനൊന്നും വന്നതല്ല. യാദൃശ്യമാണ് വന്നു കഴിഞ്ഞപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം. എല്ലാവരും കാണണമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതെല്ലാം ഈ കച്ചിയിട്ടേക്കുന്ന തീർത്തും ഓരോ മോഡലും കണ്ടോ തീർത്ത് കൈതൊക്കെ. പിന്നെ കച്ചിയിടാത്ത കൈതൊക്കെ മതിയോ കൈതമുണ്ട്. തീർത്തുണ്ട് കണ്ടോ കൂട്ടുകാരെ, എന്ത് രസമാണ്. ഈ കച്ചിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമാണ്. കച്ചിയാണ് എത്ര കെട്ട് മേടിച്ച് കാണും ഇത്രയും ഇടത്തിടാനായിട്ട്. ഇതിനകത്തെല്ലാം ഇടാൻ കിടക്കും. നിങ്ങൾ കണ്ടോ, അത് അക്കരയിലോട്ട് എന്താ രസം. കച്ചി കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേ എല്ലാ കയ്യിലും ഒരേ ലെവലിന് മാത്രമല്ല, ഇവിടെ അങ്ങോട്ട് പോയിട്ട് വേറെ 1-2 ഓട്ടം കൂടെ ഉണ്ട്. അവിടെ നിന്ന് കയറി ഇവിടെ നമ്മുടെ കൂട്ടുകാരും വിളിച്ചാൽ ഇവിടെ വരെ ഒന്ന് വരാൻ നോക്കി. അങ്ങനെ ഞാൻ വന്നത്. ഇത് കൊടുമൺ പ്ലാന്റേഷനാണ് കേട്ടോ. അതിൻ്റെ ഒരു ഏരിയയാണ്. അങ്ങോട്ടുണ്ട്, മേളി വരെ ഉണ്ട്. നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഇത് രസമാണ് നോക്കാം. നമുക്കിത് അടുത്ത് കാണാത്തവരൊക്കെ കണ്ടോണം. ഒരുപാട് പേര് കാണാത്തവരുണ്ടല്ലോ. കണ്ടവരെ കാണാത്തവർ ഒരുപാട് ഒന്ന് കാണും. മലയുടെ മേളിൽ കയറി എടുക്കണം. എന്നാൽ പിന്നെ അടിപൊളിയായിരിക്കും. ഞാൻ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അടുത്തെല്ലാം വേണ്ടി എടുക്കാം. ഈ മലയുടെ അപ്പം ഇങ്ങനെ ചെരുവിനോട്ടും ഉണ്ട് കേട്ടോ. ഇതിലേക്ക് അങ്ങനെ ചെരുവിനോട്ടും ഈ കൃഷി തന്നെയാണ്. ഓരോ ടീമുകളാണ്. വന്ന വഴിക്ക് വേറെ ഒരു 3 ഇടം കൂടെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറേണ്ടി വന്നില്ല. അവിടെ ഇതേപോലെ തന്നെ ഇട്ടേക്കുന്ന കേട്ടോ. കച്ചിയൊക്കെ ഇട്ട് അടിപൊളിയാക്കി ഇട്ടേക്കുവാണ്.
നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും അടിപൊളി ഒരു ഇതാണെന്നുള്ളത്. ഓക്കെ കൂട്ടുകാരെ, ഈ വീഡിയോ ഇട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം തരണം. ഇടയ്ക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല, തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞേ. ഒരുപാട് വീഡിയോ നല്ല നല്ല വീഡിയോകളൊക്കെ വന്നിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനും ഇടാനൊന്നും പറ്റിയില്ല. ഇനിയും ഒരു സജീവമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ബൈ ബൈ.